നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ധനുമാസം 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് വൃശ്ചിക പൗർണമിയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വെച്ച പ്രശ്ന ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചമഹാഗ്രഹങ്ങളായ വ്യാഴം, ശനി, ബുധൻ, ചൊവ്വ, രാഹു എന്നീ 5 ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാനീ പറയുന്ന 12 നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി മഹാരാജയോഗം സംഭവിക്കുകയാണ്. ഇതിൽ പറയുന്ന 12 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അതായത് വലിയൊരു ധനസൗഭാഗ്യം ഈ 12 നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ്. ഡിസംബർ 28 മുതലുള്ള ഒരു മാസക്കാലത്തിനിടയിൽ ഇവരുടെ കൈകളിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ്. ഡിസംബർ 28 ഒരു പ്രത്യേകതയുണ്ട്. ഡിസംബർ 28 ശുക്രൻ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയും ശുക്രനും സംയോഗം ചെയ്ത് ശനി ശുക്ര സംക്രമണം സംഭവിക്കുകയാണ് ഡിസംബർ 28-ാം തീയതി. അന്ന് തൊട്ടുള്ള ഒരു മാസക്കാലത്തിനിടയിൽ ഈ 12 നക്ഷത്രക്കാർക്കും സംഭവിക്കാൻ പോകുന്ന മഹാലക്ഷ്മി മഹാരാജയോഗത്തിൽ വലിയ രീതിയിലുള്ള സമ്പത്ത്, വലിയ രീതിയിലുള്ള ധനം, വലിയ രീതിയിലുള്ള നിധി ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 12 നക്ഷത്രക്കാർക്കും ശത്രുശല്യം ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. ഈ 12 നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ധനസൗഭാഗ്യം വിവാഹ ബന്ധങ്ങളിലൂടെയാകാം, പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയാവാം, അതല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യത്തിലൂടെയാകാം, അതുമല്ലെങ്കിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുത്ത ധനം വന്നു ചേരുന്നതുമാകാം. ഏത് രീതിയിലാണെങ്കിലും വളരെ വലിയൊരു സമ്പത്ത് ഈ 12 നക്ഷത്രക്കാർക്കും ലഭിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ 12 നക്ഷത്രക്കാർക്കും വൻ കുതിപ്പിന്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ധനുമാസം 1-ാം തീയതി തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ, പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു 31 ദിവസത്തിനുള്ളിൽ, ഡിസംബർ 28 തുടങ്ങുന്ന 31 ദിവസത്തിനുള്ളിൽ വളരെ വലിയൊരു സമ്പത്ത്, ധനസൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ 12 നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ആ ധനസൗഭാഗ്യം, ആ സമ്പത്ത് വന്നു ചേരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കാം. എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു 15 ദിവസം, അതായത് ഒരു മൊത്തത്തിൽ ഒരു 46 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനസൗഭാഗ്യവും വന്നു ചേരുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും സംശയലേശം എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തൊഴിൽ സൗഭാഗ്യം ഈ 12 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ളൊരു തൊഴിൽ സൗഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ ഒരു ധനസൗഭാഗ്യം പൂർണ്ണമായി ഇവരിലേക്ക് വന്നു ചേരണമെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം ധനുമാസം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന്, വിഷ്ണു ഭഗവാനെ പൂജ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സമയമാണ്. അതുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാലും ഏറ്റവും നല്ല ഫലം കിട്ടുന്നൊരു മാസമാണ് ധനുമാസം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും സർവാഭീഷ്ട സിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ച് കാലതാമസം എടുത്തേക്കാം. എങ്കിലും ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ ധനുമാസം 1-ാം തീയതി നമ്മുടെ ഭാഗത്തു നിന്ന് പ്രത്യേക പൂജകളുണ്ടായിരിക്കും. പൂജകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ നൽകുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുക. ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും, ഞാൻ പറഞ്ഞ 46 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന് തന്നെ പറയാം. ഈ ഒരു ധനുമാസ സമയത്ത് സൂര്യോദയത്തിന് ഒരു 96 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കാലും മുഖവും കഴുകി മഹാവിഷ്ണുവിനെ ഭജിക്കുക, മഹാവിഷ്ണു സ്തോത്രങ്ങൾ ചെല്ലുക,
വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ചെയ്താൽ പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും സർവ്വ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും. ആ 12 നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം. ഇതിൽ ആദ്യം വരുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 28 മുതൽ സൗഭാഗ്യങ്ങളുടെ, നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒട്ടും വിചാരിക്കാത്ത സമയത്ത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളത്. ബിസിനസ്സിലെ നേട്ടങ്ങൾ കൈവരിക്കും. അതുപോലെ ദമ്പതികളെ ഒന്നിച്ച് യാത്രകൾ നടത്തും. തൊഴിൽ രംഗത്ത് വളരെയേറെ അഭ്യുന്നതിയും ഉയർച്ചയും പ്രമോഷനും എല്ലാം നേടുന്ന സന്ദർഭമായിരിക്കും. അതുപോലെ ബിസിനസ്സിലെ പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച് പുതിയ പദ്ധതികളെ നടപ്പാക്കാൻ കഴിയുന്ന മാസമായിരിക്കും. അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ തീരുമാനമുണ്ടാകും. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുത്തിരിയും. ബന്ധുക്കൾ തമ്മിലുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സാമ്പത്തികമായിട്ട് വിഷമതകളൊക്കെ നേരിട്ടിരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാനാവിധത്തിൽ പണം വന്നു ചേരുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും. സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും. പൊതുരംഗത്ത് പ്രശുദ്ധ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും. ഗൃഹനിർമ്മാണത്തിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാകും. അതായത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും. സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന മാസമായിരിക്കും. കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് കഴിയും. അതുപോലെ കുടുംബ കാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും. വിവാഹ ആദി കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന സകല ആകുലതകളും വ്യാകുലതകളും കഷ്ടപ്പാടുകളും എല്ലാം മാറി തെളിഞ്ഞൊരു ആകാശം ഇവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു മാസം കൂടിയായിരിക്കും. കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കും. നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. സ്വദേശത്തും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും. PSC പരീക്ഷകളിൽ വിജയമുണ്ടാകും. മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും. വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുത്തിരിയും. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യങ്ങളെല്ലാം നീങ്ങി തൊഴിലിൽ പുരോഗതി കൈവരിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും. അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും. സൽക്കർമ്മങ്ങൾക്കായിട്ട് ധാരാളം പണം ചെലവിടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും. അതുപോലെ ഭക്ഷണ സുഖമുണ്ടാകും. ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത്. വാഹനം, വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അതിന് അനുകൂലമായ ഒരു സമയം വന്നു ചേരും എന്നുള്ളതും ശ്രദ്ധിക്കുക. മകമാണ് അടുത്ത നക്ഷത്രം. അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകംകാരെ സംബന്ധിച്ചിടത്തോളം. ധനപരമായിട്ട് വളരെ അനുകൂലമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും. തൊഴിൽപരമായി ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം. ഭക്ഷണ സുഖം ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ്. കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകം നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യം ലഭിക്കും. സർക്കാരിലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക്, PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും. ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിൽ അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള
സാധ്യതയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ്. ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ബിസിനസ്, മറ്റ് സംരംഭങ്ങള്, സ്വയം തൊഴില്, പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള്, ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും. അതുപോലെ PSC പരീക്ഷകളിൽ വിജയമുണ്ടാകും, മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും. അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും. ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ നേടാൻ വിശാഖ നക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയില്യംകാര് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. വിവാഹ യോഗമുണ്ടാകും, വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും. അതുപോലെ പ്രണയ സാഫല്യം, സന്താന ഭാഗ്യം, ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഭഗവതിയുടെ, പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും. അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ മാസമായിരിക്കും. ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം, ആഹ്ലാദം, സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഏത് കാര്യത്തിലെ, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാറാണ് അനിഴം നക്ഷത്രക്കാർ ചെയ്യാറുള്ളത്. എന്നാൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും, ബന്ധുഗുണം വർദ്ധിക്കും, കുടുംബസമേത യാത്രകൾ നടത്തും, ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭമുണ്ടാകും. അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും. ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക്. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും. ചോതിയാണ് അടുത്ത നക്ഷത്രം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും. അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതിയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതുപോലെ സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും. തൊഴിൽ മേഖല ശാന്തമാകും. വീട്, വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും. വീടില് അറ്റകുറ്റപ്പണികള് വേണ്ടിവരും. തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും. ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാറ്റം ലഭിക്കും. ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും. അതുപോലെ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരും. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും. പൂയമാണ് അടുത്ത നക്ഷത്രം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ്. ഇതിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും. അതുപോലെ മത്സര പരീക്ഷ, ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി, കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സന്തോഷിക്കുന്ന, വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത്.
തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും. PSC പരീക്ഷകളിൽ വിജയം കാണുന്നു. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും. അതുപോലെ ഇൻഷുറൻസ്, ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിയുന്നതുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട്, സൗഹൃദത്തിലെത്താനായിട്ട്, സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട് ഐക്യവും അതുപോലെ കലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും. ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങൾ ഇവര് കാൽവെക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക. പൂരമാണ് അടുത്ത നക്ഷത്രം. പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു. ഇറങ്ങിപ്പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് 1-ാം തീയതി മുതൽ. ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ്. തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക്, ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും. സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു. അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും. അവിടെ അഭിവൃദ്ധി ഉണ്ടാകും, ഉയർച്ച ഉണ്ടാകും. സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു. പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യരംഗത്തായിരിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലയുകയായിരുന്നു. അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു. പുണർദമാണ് മറ്റൊരു നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും. തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്ന മാസമായിരിക്കും. സ്വദേശത്തും വിദേശത്തുമെല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു. അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. PSC പരീക്ഷകളിൽ വിജയമുണ്ടാകും. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു. ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ്. കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത്. സ്വന്തക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസമാണ്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും. പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും. ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും. കടബാധ്യതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും. അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു. ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും.
അത്തമാണ് അവസാനത്തെ നക്ഷത്രം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലയിലായിരിക്കും. തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു. കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലുമെല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും. അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട്. തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ്. PSC പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. ആകെ കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും. അതുപോലെ സൽസന്താന ലാഭം കാണുന്നു. നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ശിവഭഗവാന്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവും. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.